ഹായ്, ആം ആരിഫ. എല്ലാവർക്കും എഡ്യൂക്കെയറിൻ്റെ ഓൺലൈൻ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഇംഗ്ലീഷിലെ കോൺകേർഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. കാരണം ഒരു മാർക്ക് എങ്ങനെ വരാതിരിക്കില്ല, അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഇത് കോൺകേർഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിൽ നിന്നുള്ള മീൻസ് ഡിഫറെൻറ്റ് പാർട്ടിലായിട്ട് ചെയ്യേണ്ടി വരും, കാരണം ഒരുപാട് റൂൾസിൽ പഠിക്കാനുണ്ട്. സോ അതിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ അതിൽ നോക്കാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ്, അതായത് ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ വെർബ് വരുന്ന സമയത്ത് വെർബും എങ്ങനെ തന്നെ ആയിരിക്കും, സിംഗുലർ ആയിരിക്കും. ഇവിടെ എടുത്തറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ സിംഗുലർ വെർബ് അല്ലെങ്കിൽ പ്ലൂറൽ വെർബ്, ഈ ഒരു കണ്ടീഷൻ വരുന്നത്, അതായത് സബ്ജക്റ്റിൻ്റെ കൂടെ ഡയറക്റ്റായിട്ട് വെർബ് വരുന്ന സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ ഡയറക്റ്റായിട്ട് വെർബ് വരുന്നത്, മെയിൻ വെർബ് വരുന്നത് രണ്ട് സിറ്റുവേഷനിലാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ സിമ്പിൾ പ്രസൻറ്റിൽ വരുന്നുണ്ട്, സിമ്പിൾ പാസ്റ്റിലും വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? പക്ഷെ നോക്കുക, സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമേ ഏത് നോക്കാനുള്ളൂ, സബ്ജക്റ്റ് സിംഗുലർ ആണോ അല്ല സബ്ജക്റ്റ് പ്ലൂറൽ ആണോ എന്ന് നോക്കാനുള്ളൂ. സിമ്പിൾ പാസ്റ്റ് പറയുന്ന സമയത്ത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, അത് നോക്കേണ്ട കാര്യം ഇല്ല. മനസ്സിലായോ? അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ആവുന്ന സമയത്താണ് ഈ ഒരു കണ്ടീഷൻ കേട്ടോ. സിമ്പിൾ പ്രസൻറ്റ് വരുമ്പോഴാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ കൂടെ വെർബ് വരുന്നത്. സിമ്പിൾ പാസ്റ്റിലും അതേ തന്നെയാണ്, എങ്കിലും ഈ കണ്ടീഷൻ പറഞ്ഞത് എവിടെയാണ്, സിമ്പിൾ പ്രസൻറ്റിലാണ്. അപ്പോൾ നോക്കൂ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ വെർബ് വരുന്ന സമയത്ത് വെർബും എങ്ങനെയായിരിക്കും, സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഈ വെർബിൽ എങ്ങനെയാണ് സിംഗുലർ പ്ലൂറൽ എന്നുള്ള ആ ഒരു മീനിങ്ങിലേക്ക് പോകാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കുക, ഞാൻ അവിടെ ഒരു കണ്ടീഷൻ എഴുതി വെച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസൻറ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് നമ്മൾ സിംഗുലർ ആയിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് വെർബ് വരും. അതായത് ഓക്സിലറി ഒന്നും ഇല്ലാതെ, ഓക്സിലറി വെർബ്സ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഏത് വന്നു, മെയിൻ വെർബാണ് കേട്ടോ. അപ്പോൾ വെർബ് വരുന്ന സമയത്ത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ES വരും. ഓക്കെ, മനസ്സിലായി എങ്ങനെയാണെന്നുള്ളത്. വെർബിൻ്റെ കൂടെ എസ് വരും അല്ലെങ്കിൽ ES വരും. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഞാൻ ഹി എന്നൊരു സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ട്. ഹി എന്ന് പറഞ്ഞാൽ എന്താ, സിംഗുലർ ആണ് അല്ലേ. ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഇതിനടുത്ത് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് പ്ലേ എന്നൊരു വെർബാണ്. എഴുതാൻ ഉദ്ദേശിക്കുന്ന വെർബ് ഏതാണ്, പ്ലേ എന്ന വെർബാണെങ്കിൽ, അപ്പോൾ ഇവിടെ നോക്കുക, സബ്ജക്റ്റ് എന്താണ്, സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ എന്ത് വരണം എന്ന് പറഞ്ഞു, എസ് അല്ലെങ്കിൽ ES വരണം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, പ്ലേൻ്റെ കൂടെ വരുന്നത് എസ് ആണോ ES ആണോ, ഏതാണ്, എസ് ആണ്. പ്ലേൻ്റെ കൂടെ വരുന്ന എന്തായിരിക്കും, എസ് ആയിരിക്കും. അപ്പോൾ ഹി പ്ലേസ് എന്നായിട്ട് മാറി. ക്ലിയർ ആണല്ലോ? ബാലൻസ് ഒബ്ജക്റ്റ് വരും കേട്ടോ, അതെന്താണെങ്കിലും സെൻറ്റൻസിൽ എങ്ങനെ അതിനനുസരിച്ച്. അപ്പോൾ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അടുത്തൊരു കണ്ടീഷൻ നോക്കുക കേട്ടോ. ഞാൻ അടുത്തൊരു കണ്ടീഷൻ എഴുതാണ്, ഹി തന്നെയാണ്. ഹി എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ എഴുതാൻ പോകുന്നത് ഗോ ആണ്. എനിക്ക് ആവശ്യമുള്ള വെർബ് എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത് ഗോ ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ എൻ്റെ കണ്ടീഷൻ നോക്കൂ, സബ്ജക്റ്റ് എന്താണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ വെർബ് എങ്ങനെയായിരിക്കണം, വെർബിൻ്റെ കൂടെ ഏത് വരണം, എസ് അല്ലെങ്കിൽ ES വരണം. അപ്പോൾ നോക്കുക, പ്ലേ വന്നപ്പോൾ കൂടെ എന്താ വന്നേ, എസ് ആണ് വന്നത്. പ്ലേൻ്റെ കൂടെ എസ് ആണ്. ഗോൻ്റെ കൂടെ ഏതാ വരുന്നത്, ES ആണ്. ഗോസ് ആയിരിക്കും വരുന്നത്. ഹി ഗോസ്. ക്ലിയർ അല്ല? അപ്പോൾ ഹീൻ്റെ കൂടെ ഇവിടെ എന്ത് വന്നു, പ്ലേസ് വന്നു, എസ് ആണ് വന്നേ. ഇവിടെ ഗോ ആയപ്പോൾ എന്ത് വന്നു, ES ആണ് വന്നത്. ഇതാണ് കണ്ടീഷൻ. മനസ്സിലായോ? അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ വെർബ്, മെയിൻ വെർബ് വരുന്ന സമയത്ത് അത് സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ എസ് ഓർ ES, എങ്ങനെയാണെങ്കിലും സിംഗുലർ ആണെങ്കിൽ എസ് ഓർ ES എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ അതിന് തൊട്ട് തന്നെ ഞാനൊരു കണ്ടീഷൻ എഴുതി വെച്ചിട്ടുണ്ട്. പ്ലൂറൽ ആണെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂറൽ ആയിരുന്നെങ്കിൽ ഏത് മാത്രം എഴുതിയിരിക്കുന്നത്, വെർബ് മാത്രം. എന്ത് വേണ്ട, എസ് ഓ ES ഒന്നും വേണ്ട, ഏത് മാത്രം എഴുതിയാൽ മതി, വെർബ് മാത്രം മതി. ക്ലിയർ അല്ലേ? പ്ലൂറൽ ആയിരുന്നെങ്കിൽ. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഞാൻ ദേ എന്ന് എഴുതിയിരിക്കുന്നത്. ദേ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ആണ്. ഏതാണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെയും എനിക്ക് എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പ്ലേ ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ എങ്ങനെ വരിക, ദേ പ്ലേ എന്ന് തന്നെ മതി. ഏത് വേണ്ട, എസും ES ഒന്നും വേണ്ട, വെർബ് മാത്രം എടുത്ത് എഴുതിയാൽ മതി, ദേ പ്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ പ്രസൻറ്റിൻ്റെ മെയിൻ കണ്ടീഷൻ ഇത്രയാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് എന്താണ് നമ്മുടെ ഫസ്റ്റത്തെ റൂളിലേക്ക് നമ്മൾ പോകുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും എങ്ങനെ തന്നെ എഴുതുക, സിംഗുലർ ആയിട്ട് തന്നെ എഴുതുക എന്നുള്ളത്. ഫസ്റ്റ് വൺ നോക്കുക കേട്ടോ, ദ കാർ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതാണ് നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് എടുക്കും, വെർബ് ഏതാണ്, ബിലോങ് എന്നുള്ളതാണ് അതിൻ്റെ വെർബ്. വെർബ് എന്ന് പറയുന്നത് ബിലോങ് ആണ്. കൂടെ ഏത് വന്നിട്ടുണ്ട്, എസ് ഇട്ടിട്ടുണ്ട്. ക്ലിയർ ആണ് എന്താണെന്നുള്ളത്, ബിലോങ്സ്. കാരണം എന്തുകൊണ്ടാണ്, സിംഗുലർ ആണെങ്കിൽ അവിടെ എന്ത് വരണം, വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES. ബിലോങ്ങിൻ്റെ കൂടെ ഏതാ വരിക, എസ് ആണ്. സോ ബിലോങ്സ് ടു മൈ ബ്രദർ. ക്ലിയർ അല്ല? അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ, മൈ ഡോഗ്. മൈ ഡോഗ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ്. എന്താണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ അതിൻ്റെ കൂടെ നോക്കുക കേട്ടോ, ഓൾവേസ് എന്നുള്ളതല്ല കേട്ടോ.
നമ്മുടെ ഗ്രൗൾസ് എന്നുള്ളതാണ് എന്ത് വെർബായിട്ട് വരുന്നത്. മൈ ഡോഗ് ഓൾവേസ് ഗ്രൗൾസ്. ഈ ഓൾവേസ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കാനുള്ള കീവേഡുകളാണ് കേട്ടോ. എല്ലായ്പ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് എന്താണ് കീവേഡ്സ് ആണ്. ഇവിടെ വെർബ് ഏതാണ്? മെയിൻ വെർബ് ഏതാണ്? ഗ്രൗൾസ് ആണ്. അപ്പോൾ ഇത് നോക്കുക, ഈ ഗ്രൗൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? എസ്സോട് കൂടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. കാരണം എന്താ? ഇവിടെ സബ്ജക്റ്റ് എന്തായിരുന്നു? സിംഗുലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വെർബിന്റെ കൂടെ ഏത് വന്നു? എസ് കൂടെ ചേർന്ന് വന്നു. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കുക, സീത ഗോസ് ടു സ്കൂൾ എന്ന് തന്നിട്ടുണ്ട്. സോ സീത എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ അതിന്റെ കൂടെ ഏതാ വന്നിരിക്കുന്നത്? ഗോസ്. കൂടെ വന്നിരിക്കുന്നത് ഗോസ് എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഗോ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ ഗോസ് പറഞ്ഞു അല്ലേ? ഗോ എന്നതാണ് ശരിക്കും വെർബ്. ഇല്ല, മെയിൻ വെർബ് ഏതാണ്? ഗോ ആണ്. ഗോന്റെ കൂടെ ഏത് കൂടി ചേർന്ന് വന്നു? യെസ് കൂടി ചേർന്നിട്ട് ഗോസ് എന്ന് എഴുതി. ക്ലിയർ അല്ലേ? അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ്, സിംഗുലർ വെർബ്. എക്സാമ്പിൾ ക്ലിയർ അല്ലേ? സോ അടുത്ത കണ്ടീഷൻ നോക്കൂ, റൂൾ 2. അതിപ്പോൾ ഈ ഒരു കണ്ടീഷനാണ്. സെക്കൻഡ് റൂൾ ഞാൻ പറഞ്ഞത് അത് കണ്ടീഷനായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. പ്ലൂറൽ ആണെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും എങ്ങനെ തന്നെ എഴുതുക? പ്ലൂറലായിട്ട് എഴുതാന്ന് പറഞ്ഞു. ഏതാ കണ്ടീഷൻ എന്ന് മനസ്സിലായോ? നമ്മൾ സിമ്പിൾ പ്രസന്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സിമ്പിൾ പ്രസന്റിലും അതുപോലെ അടുത്ത് വരുന്നത് ഓക്സിലറി ആവുന്ന സമയത്തും വെർബ് നമ്മൾ നോക്കണത്. അടുത്ത റൂൾ നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ പ്രസന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും എങ്ങനെ തന്നെ എഴുതുക? പ്ലൂറൽ ഫോം എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കുക കേട്ടോ, എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ദീസ് 5 chairs cost 5,000 rupees. അപ്പോൾ ഇവിടെ നോക്കുക, ദീസ് 5 chairs എന്താ വന്നിരിക്കുന്നത്? 5 chairs എന്ന് വന്നു. എന്തായി? പ്ലൂറലായിട്ട് മാറി. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ വെർബ് എഴുതുന്ന സമയത്ത് എങ്ങനെയാ? പ്ലൂറലിന്റെ കൂടെ ഏത് വെർബാന്ന് പറഞ്ഞത്? വെർബ് ഏത് ഫോമിലായിരിക്കണം എന്ന് പറഞ്ഞു? ഏതാ? ബേസ് ഫോം അല്ല, വീന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബേസ് ഫോം. അപ്പോൾ നോക്കി എന്ത് മാത്രമേ ഉള്ളൂ? കോസ്റ്റ്. കൂടെ എന്ത് ഇട്ടിട്ടില്ല? എസ് ഒന്നും ചേർത്തിട്ടില്ല. ക്ലിയർ ആണ്? അപ്പോൾ ഇവിടെ പ്ലൂറൽ ആണെങ്കിൽ ആ പ്ലൂറലിന്റെ കണ്ടീഷൻ തന്നെ ഏതിലും എഴുതി? വെർബിലും ഞാൻ എഴുതിയിട്ടുണ്ട്. കോസ്റ്റ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? 5,000 rupees എന്ന് കൊടുത്തു. അടുത്ത് നോക്കൂ, ദേ ലുക്ക് ഗ്ലൂമി. അപ്പോൾ ഇവിടെ ദേ എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ നോക്കൂ, കൂടെ വന്നത് ലുക്ക്. ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ വെർബ്. അപ്പോൾ ഈ വെർബ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? ബേസ് ഫോം അല്ലേ? വി ഫോമിൽ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? ബേസ് ഫോമിൽ എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ലാസ്റ്റ് വൺ ഒരു എക്സാമ്പിൾ കൂടി നോക്കൂ, ദേ ഓൾസോ പ്ലേ ഫുട്ബോൾ. അപ്പോൾ ഇവിടെ ദേ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ്, പ്ലൂറൽ ആണ്. ഓൾസോ ജസ്റ്റ് കീവേഡ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കി എന്താ? പ്ലേ അല്ലേ? പ്ലേ എന്ന് പറയുന്നത്, പ്ലേ എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്? ബേസ് ഫോം ആണ് അല്ലേ? ബേസ് ഫോമിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്, പ്ലേ. നമ്മൾ നേരത്തെ പ്ലേ എന്ന് വന്നപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ പ്ലേ പറഞ്ഞപ്പോൾ എസ് ഇട്ട് പറഞ്ഞു. കാരണം എന്താ? അവിടെ സിംഗുലർ ആയിരുന്നു. ഇവിടെ ഏതാണ്? പ്ലേ മാത്രമേ വരുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ തൊട്ടടുത്ത് മെയിൻ വെർബിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. മെയിൻ വെർബ് വരുന്ന സമയത്ത് ഏതിലാണ്? സിമ്പിൾ പ്രസന്റിന്റെ കേസ് ആണ്. സോ എങ്ങനെ തന്നെയായിരിക്കും? രണ്ടും സിംഗുലർ അല്ല? ഇവിടെ സിംഗുലർ വന്നപ്പോൾ ഇവിടെ എങ്ങനെ തന്നെയായിരുന്നു? സിംഗുലർ തന്നെയാണ്. സോ സിംഗുലർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ഇടുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? സിംഗുലർ ആയിട്ട് മാറുന്നേ. ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത് നോക്കുക, പ്ലൂറൽ. പ്ലൂറൽ എങ്ങനെയാ? സബ്ജക്റ്റിന്റെ കൂടെ എന്ത് മാത്രമേ ഉള്ളൂ? ബേസ് ഫോം മാത്രമേ. എന്ത് വേണ്ട? എസും വേണ്ട, ഇ എസും വേണ്ട. അത് മാറിപ്പോരുത് കേട്ടോ. കാരണം നമ്മൾ ആക്ച്വലി ഒരു ഇപ്പോൾ ചെയർ എന്നുള്ളതിന് പ്ലൂറലാക്കാൻ എസ് ചേർത്തി, ചെയേഴ്സ്. ആ രീതിയിൽ നിങ്ങൾ വെർബിന് എസ് വന്നാൽ അത് പ്ലൂറൽ എന്ന് വിചാരിക്കരുത്. തിരിച്ചിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ്. സിംഗുലർ ആക്കാനാണ് നമ്മൾ ഏത് കൊടുത്തിരിക്കുന്ന വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ്. പ്ലൂറലാക്കാൻ ഒന്നും കൊടുത്തില്ല. ഏത് മാത്രമേ ഇല്ല? ബേസ് ഫോം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത റൂളിലേക്ക് പോവാം. നോക്കാം, മോഡൽ ഓക്സിലറി. അതായത് ഒരു സെൻറ്റൻസിൽ മോഡൽ ഓക്സിലറി വെർബ്സ് വരുന്ന സമയത്ത് കൂടെ വരുന്നത് എങ്ങനെയാണ്? ബേസ് ഫോം, അതായത് V1 ഫോം ആയിരിക്കണം. അപ്പോൾ ഒരു സെൻറ്റൻസിൽ മോഡൽ ഓക്സിലറി വെർബ്സ് വന്നാൽ കൂടെ വരുന്ന വെർബ് ഏത് ഫോമിലാണ്? ബേസ് ഫോമിൽ വേണം, അതായത് V1 ഫോമിൽ വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. മോഡൽ ഓക്സിലറി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? വിൽ, വുഡ്, ഷോള്, ഷുഡ്, ക്യാന്, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഇതെല്ലാമാണ് എന്ത്? മോഡൽ ഓക്സിലറി വെർബ്സ്. അപ്പോൾ മോഡൽ ഓക്സിലറി വെർബ് വന്നാൽ ഏത് ഫോമിൽ വേണം എഴുതാൻ? ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോമിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആ വെർബ് എഴുതാൻ. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യം നോക്കാനുള്ളത്, ഇവിടെ എന്ത് നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊന്നും നോക്കണ്ട. ഡയറക്റ്റ് ഏത് ഫോം തന്നെ എടുത്ത് എഴുതി വെച്ചാൽ മതി, ബേസ് ഫോം. നേരത്തെ നമ്മൾ എസ് ചേർത്തണം, ഇ എസ് ചേർത്തണം. സോ ആ ഒരു കണ്ടീഷൻ എവിടെ വരുന്നില്ല? ഈ മോഡൽ ഓക്സിലറിക്ക് ശേഷമാണെങ്കിലും, മോഡൽ ഓക്സിലറിക്ക് ശേഷം ഒരു മീൻസ് വെർബ് വരാന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്ത് മാത്രം എഴുതിയാൽ മതി? ആക്ച്വലി അതിൻ്റെ ബേസ് ഫോം, അതായത് എസ് ഓർ ഇ എസ് ഒന്നും ചേർത്താത്തതാണല്ലോ അതിൻ്റെ ബേസ് ഫോം എന്ന് പറയുന്നത്. ആ ഫോം തന്നെ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ജസ്റ്റ് നോക്കുക കേട്ടോ. ഐ കുഡ് സ്വിം
ക്വൈറ്റ് വെൽ വെൻ ഐ വാസ് യങ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മളുടെ എന്താണ് മോഡൽ ഓക്സിലറി എന്ന് പറയുന്നത് കുഡ് ആണ്. മോഡൽ ഓക്സിലറിയിലെ കുഡ് വന്നിട്ടുണ്ട്. സോ കുഡിന് ശേഷം ഏതാണ് നമ്മൾ നോക്കൂ, ഇതല്ലേ നമ്മുടെ വെർബ് എന്ന് പറയുന്നത്, സ്വിം എന്ന് പറയുന്നത്. ഏത് ഫോമിൽ എഴുതിയിരിക്കുന്നത്? സ്വിം എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ, ബേസ് ഫോമിൽ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അടുത്ത് നോക്കുക, യു മസ്റ്റ് നോട്ട് അല്ലെങ്കിൽ മസ്റ്റ്ന്റ് ബ്ലെയിം യുവർ സെൽഫ് ഫോർ ദിസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക കേട്ടോ, ഇവിടെ നോക്കുക ഏതാണ് മസ്റ്റ് ആണ്. അപ്പോൾ നമ്മളുടെ അതിൽ മോഡൽ ഓക്സിലറി ആയ മസ്റ്റ് ഉണ്ട്. മസ്റ്റിന് ശേഷം നോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്കാൻ തന്നിരിക്കുകയാണ്. സോ അത് നോക്കണ്ട. മസ്റ്റിന് ശേഷം നോക്കുക ഏതാണ്, ഇതാണ് നമ്മുടെ വെർബ് അല്ലെ. ബ്ലെയിം എന്നുള്ളതാണ് നമ്മുടെ വെർബ്. ഏത് ഫോമിലാണ് കിടക്കുന്നത്? ബേസ് ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അടുത്ത് നോക്കുക, ഐ വിൽ ഗോ ഷോപ്പിംഗ് ടുമോറോ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഏതായിരുന്നു? വില്ലായിരുന്നു. മോഡൽ ഓക്സിലറി വില്ലായിരുന്നു. സോ ഇവിടെ നോക്കുക ഏതാണ് വന്നിരിക്കുന്നത്? V1 ഫോമായ ഗോ ആണ് വന്നിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കൂ, ഷാൽ ഐ ഓപ്പൺ ദി ഡോർ ഫോർ യു എന്ന് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ ഫോമിലായതുകൊണ്ട് ചെറിയൊരു മാറ്റം. ഇവിടെ എല്ലാം ഏതിൽ സ്റ്റാർട്ട് ചെയ്തു? സബ്ജക്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു. സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് ഏത് വന്നേ? മോഡൽ ഓക്സിലറി വന്നേ. പക്ഷെ നമുക്കറിയാം ക്വസ്റ്റ്യൻ ഫോമിൽ എഴുതുന്ന സമയത്ത് ഓക്സിലറി അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി ഒരു സെന്റൻസിൽ വരുമ്പോൾ അതായിരിക്കും ആദ്യം വരിക, അതിനുശേഷം സബ്ജക്റ്റ് വരിക. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി. ഇവിടെ ഐ വിൽ എന്നുള്ളത് എന്ത് എഴുതണം? വില്ലായി എന്ന് എഴുതണമായിരുന്നു. മനസ്സിലായോ? ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് മാറ്റി എഴുതാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ഷാലൈ എന്ന് തന്നിരിക്കുന്നത്. ഷോലൈ എന്നാണ് എന്തല്ല, ഐ കഴിഞ്ഞിട്ടല്ല മോഡൽ ഓക്സിലറി. പക്ഷെ നമുക്കിവിടെ അത് നോക്കാനില്ല കേട്ടോ. ഇവിടെ എന്തുണ്ടോ നോക്കി, മോഡൽ ഓക്സിലറി ഉണ്ട്, ശേഷം വരുന്ന വെർബ്, അത്രയല്ലേ ഉള്ളൂ. ശേഷം വരുന്ന വെർബ് ഏതാണ്? ഓപ്പൺ ആണ്. ഓപ്പൺ ഏത് ഫോമിലാണ്? ബേസ് ഫോമിലാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കുക, യു മസ്റ്റ് ബി അവർ നെയ്ബർ എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മളുടെ ഏതാ കീവേഡ് ഏതാണ്? മസ്റ്റ് ആണ്. ഇവിടുത്തെ വെർബ് ഏതാണ്? ബി ആണ്. വെർബ് ഏതാണ്? ബി ആണ്. നമ്മൾ ബി ഫോംസ് പഠിക്കില്ലേ? സോ ബി ആണ് ഏതായിട്ട് തന്നിരിക്കുന്നത്? വെർബ്. ഏത് ഫോമിൽ തന്നെ കിടക്കുന്നത്? V1 ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് നോക്കുക, മോഡൽ ഓക്സിലറി വെർബ് വന്നാൽ ഒരു സെന്റൻസിൽ മോഡൽ ഓക്സിലറി വെർബ് വരുന്ന സമയത്ത് കൂടെ വരുന്ന ആരാണ്? ബേസ് ഫോം, അതായത് V1 ഫോം ആയിരിക്കും. ഇവിടെ നിങ്ങൾ എന്ത് നോക്കണ്ട, സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ആ കണ്ടീഷൻ ഒന്നും വേണ്ട. എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ബേസ് ഫോം തന്നെ എടുത്ത് എഴുതിയാൽ മതി. എസ്സോ ഇഎസ്സോ ഇല്ലാത്തതാണ് ബേസ് ഫോം. ക്ലിയർ അല്ലേ? സോ ആ ബേസ് ഫോം തന്നെ എടുത്ത് എഴുതുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റൂൾ നോക്കാം കേട്ടോ. ജസ്റ്റ് നോക്കാം, ഞാൻ ഷോർട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. വെൻ കണക്ടിങ് ടു സിംഗുലർ സബ്ജക്റ്റ് യൂസിങ് ആൻഡ്, അതായത് സിംഗുലർ സബ്ജക്റ്റ്, രണ്ട് സിംഗുലർ സബ്ജക്റ്റുകളെ നമ്മൾ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് സിംഗുലർ സബ്ജക്റ്റ് രണ്ടും കൂടി ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? പ്ലൂറലായിട്ട് മാറുകയാണ്. സോ പ്ലൂറൽ സബ്ജക്റ്റ് വന്നാൽ വെർബ് എങ്ങനെ എഴുതണം? പ്ലൂറൽ അല്ലേ എഴുതണ്ടേ? സോ അതാണ് പ്ലൂറൽ വെർബായിരിക്കും. ശ്രദ്ധിക്കണം കേട്ടോ, ചെറിയ മാറ്റത്തിൽ അടുത്ത കണ്ടീഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. രണ്ട് സിംഗുലർ സബ്ജക്റ്റ് വന്നു. സോ അവരെ നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് കൂടെ വെർബ് എങ്ങനെയായിരിക്കണം? പ്ലൂറൽ ഫോമിലായിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കുക, ടോം ആൻഡ് ജെറി. അപ്പോൾ എന്താണ്? രണ്ട് വ്യക്തികളാണ്. ഇവരെ രണ്ടുപേരും ആൻഡ് വെച്ച് കണക്ട് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? അവർ രണ്ടുപേരും കൂടി ചേർന്നപ്പോൾ എന്തായി? പ്ലൂറലായിട്ട് മാറി. സോ പ്ലൂറൽ സബ്ജക്റ്റ് വന്നാൽ ഇവിടെ വരുന്ന വെർബ് എങ്ങനെയായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ നോക്കുക, ഇവിടെ വെർബായിട്ട് ഏതാ ഉള്ളത്? അല്ലെ, ഓക്സിലറി കിടക്കുന്ന ആർ എന്നുള്ളതാണ് ഇവിടെ വെർബായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ടോം ആൻഡ് ജെറി ആർ ഇൻ ബാക്ക് എറ്റ് എന്നാണ്. സോ ഇവിടെ ഏതാണ്? ആർ എന്നതാണ് നമ്മുടെ വെർബ്. ആർ എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലാണ്? പ്ലൂറൽ ഫോമിലാണ്. ആർ എന്ന് പറയുന്നത് പ്ലൂറലാണ്. ക്ലിയർ ആണല്ലോ. ജസ്റ്റ് നോക്കൂ, റാം ആൻഡ് ജെനി വാണ്ട് ടു സീ അസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, റാം ആൻഡ് ജെനി രണ്ടും സിംഗുലർ സബ്ജക്റ്റുകളാണ്. രണ്ടും ആൻഡ് വെച്ച് കണക്ട് എന്തായിട്ട് മാറി? പ്ലൂറലായിട്ട് മാറി. കൂടെ വരുന്ന എങ്ങനെയിരിക്കണം എന്ന് പറഞ്ഞു? പ്ലൂറൽ ഫോം. ഇവിടെ നോക്കൂ, സബ്ജക്റ്റിന്റെ ഉടനെ തന്നെ എന്താ വന്നിരിക്കുന്നത്? ഏത് വെർബാണ്? മെയിൻ വെർബാണ്. ഇവിടെ എന്തായിരുന്നു? ഓക്സിലറി ആണ്. ഇവിടെ മെയിൻ വെർബാണ്. മെയിൻ വെർബ് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു പറഞ്ഞേ? പ്ലൂറൽ ആണ് വരുന്നതെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബിന്റെ കൂടെ എന്തിടരുത്? എസും ഇഎസ് ഒന്നും ഇല്ലാതെ ബേസ് ഫോം മാത്രം എടുത്ത് എഴുതി വെക്കാനാണ് പറഞ്ഞു. അതന്നെയല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആയപ്പോൾ വെർബ് ഏത് തന്നെയാണ്? പ്ലൂറൽ ആണ്. അതായത് എസും ഇഎസും ഇല്ലാത്ത ബേസ് ഫോം ആണ് ഏത്? പ്ലൂറലിന്റെ കൂടെ വരിക. ക്ലിയർ ആണല്ലോ. ടു സീ അസ്. ഒരു എക്സാമ്പിൾ കൂടി നോക്കുക, ഐ തിങ്ക് സാം ആൻഡ് രാജ് ആർ ഡേറ്റിംഗ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഐ തിങ്ക് സാമിനെയും രാജിനെയുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ല, ഈ രണ്ട് സബ്ജക്റ്റിനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ജസ്റ്റ് നോക്കൂ, സാം ഉണ്ട്, രാജ് ഉണ്ട്. ഏത് വെച്ച് കണക്ട് ചെയ്തു? ആൻഡ് വെച്ച് കണക്ട് ചെയ്തു. സോ എന്തായിട്ട് മാറി? പ്ലൂറലായിട്ട് മാറി. സോ ഇവിടെ നോക്കുക, ഏതാ കൊടുത്തിരിക്കുന്നത്? ആറാണ്. ആറ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ഫോം ആണ്. അപ്പോൾ നോക്കൂ, രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആണ് കേട്ടോ. ശ്രദ്ധിക്കണം, സബ്ജക്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, സിംഗുലർ സബ്ജക്റ്റ്. രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറി? പ്ലൂറലായിട്ട് മാറുകയാണ്. സോ കൂടെ വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ഫോം ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത എക്സാമ്പിൾ നോക്കാം, അല്ലെങ്കിൽ അടുത്ത റൂൾ നോക്കാം. ചെറിയൊരു ഡിഫറൻസ് ഉള്ള റൂളാണ്.
ഇന്ന് റൂൾ നമ്പർ 4, അതായത് ഈ മുകളിൽ പറഞ്ഞ അതേ കണ്ടീഷനാണ്. അതായത് രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആണ്, ഏത് വെച്ച് കണക്ട് ചെയ്യുന്നു, ആൻഡ് വെച്ച് കണക്ട് ചെയ്യുന്നു. ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്, ആൻഡ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മാറ്റം പറയുന്നത് ആർട്ടിക്കിൾ ഓർ പ്രൊനൗൺ വാസ് യൂസ്ഡ് ബിഫോർ ഫസ്റ്റ് സബ്ജക്റ്റ്. അതായത് ആദ്യത്തെ സബ്ജക്റ്റ്, ഇവിടെ ആദ്യം തന്ന സബ്ജക്റ്റ്, ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നോക്കുക ടോം അല്ലേ, ഈ ടോമിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഏത് ഉപയോഗിക്കണം, ഏതെങ്കിലും ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊനൗണോ യൂസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എന്താ കൊടുത്തിരിക്കുന്നു നോക്കുക, സിംഗുലർ വെർബ് എങ്ങനെയായിരിക്കും, സിംഗുലർ ആയിരിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ രണ്ട് സബ്ജക്റ്റ് സിംഗുലർ ആയിരുന്നു, കണക്ട് ചെയ്തു, അപ്പോൾ പ്ലൂറൽ വെർബ് എഴുതി. ഇവിടെ എങ്ങനെയായിരുന്നു, രണ്ട് സിംഗുലർ തന്നെയാണ്, രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആണ്, പക്ഷെ ഫസ്റ്റത്തെ ആ സബ്ജക്റ്റിന്റെ ഫ്രണ്ടിലായിട്ട് എന്തുണ്ടാവണം, ആർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രൊനൗൺ വരണം. സോ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും വെർബ്, ഏത് ഫോമിലായിരിക്കും, സിംഗുലർ ഫോമിൽ, അതിന് സിംഗുലർ വെർബ് ആയിരിക്കും. അതിന്റെ മീനിങ് എന്താണ് പറയുകയാണെങ്കിൽ, അതായത് ഫസ്റ്റത്തെ സബ്ജക്റ്റിന് ഫ്രണ്ടിലായിട്ട് ആർട്ടിക്കിളോ പ്രൊനൗണോ വന്നിട്ട് ആൻഡിന് ശേഷം ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അത് ഒരേ വ്യക്തി അല്ലെങ്കിൽ ഒരേ വസ്തുവിനെ സൂചിപ്പിക്കുന്നു. ക്ലിയർ ആണോ? ഒരേ വ്യക്തി അല്ലെങ്കിൽ ഒരേ വസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് എന്തായിട്ട് പറയുന്നത്, സിംഗുലർ ആയിട്ട് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, ആർട്ടിക്കിൾ എ ആൻഡ് ദ അല്ലേ. അതുപോലെ പ്രൊനൗൺസ് നോക്കുക, ദാറ്റ്, ഷീ, ഹി, മേ, അവർ, യുവർ, ഹിസ്, ഹർ, ദയർ ഒക്കെ എന്തായിട്ട് വരും, പ്രൊനൗൺ ആയിട്ട്. നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, പ്രൊനൗൺ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. നോക്കൂ, ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ, ദ പോയിറ്റ് ആൻഡ് നോവൽ ഈസ് മൈ നൈബർ. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കുക, ദ പോയിറ്റിന്റെ ഫ്രണ്ടിലായിട്ട് ഏത് വന്നിട്ടുണ്ട്, ദ വന്നിട്ടുണ്ട്. ആ നോവലിസ്റ്റിന്റെ ഫ്രണ്ടിൽ എന്തില്ല, ഒന്നുമില്ല കേട്ടോ, ദ എന്നോ ആർട്ടിക്കിളോ പ്രൊനൗണോ ഒന്നുമില്ല. അപ്പോൾ വെർബ് എങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈസ് അല്ല, ഈസ് ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈസ് എന്തുകൊണ്ടാണ് സിംഗുലർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇവിടെ മീനിങ് എന്താണെന്ന് അറിയോ, ഈ പോയിറ്റ് എന്ന് പറഞ്ഞ നോവലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, ഒരേ ആൾ തന്നെയാണ്. പോയിറ്റും നോവലിസ്റ്റും എന്താണ്, ഒരു സിംഗിൾ പേഴ്സൺ ആണ്. അതുകൊണ്ടാണ് എന്താണ് ഫസ്റ്റത്തെ ഫ്രണ്ടിൽ മാത്രം നമ്മൾ ദ യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ആ പോയിറ്റ് എന്ന് പറയുന്നതും നോവലിസ്റ്റ് എന്ന് പറയുന്നതും രണ്ട് വ്യക്തികളല്ല, രണ്ടും ആര് തന്നെയാണ്, ഒരാളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഏത് വന്നിരിക്കുന്നത്, ഈസ് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? എടുത്ത് നോക്കുക, ദ സെക്രട്ടറി ആൻഡ് ക്യാഷിയർ, ഇവിടെ വാസ് പ്രസന്റ് എന്നാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് ഇവിടെ നോക്കുക, ദ സെക്രട്ടറി ആൻഡ് ക്യാഷ്യർ. അപ്പോൾ ഇവിടെ സെക്രട്ടറി എന്ന് പറയുന്നതും ക്യാഷ്യർ എന്ന് പറയുന്നതും ആര് തന്നെയാണ്, ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ദാ ഏതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, ഫസ്റ്റത്തെ സബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ വന്നിട്ടുള്ളൂ. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താ, ഈ സെക്രട്ടറിയും ക്യാഷ്യറും ആര് തന്നെയാണ്, ഒരു വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വാസ് പ്രസന്റ്. വാസ് എന്ന് പറയുന്നത് ഏതാണ്, ഏത് ഫോമിൽ കിടക്കുന്നതാണ്, സിംഗുലർ ആണ് അല്ലേ, സിംഗുലർ വെർബാണ്. ഈസിന്റെ പാസ്റ്റ് ആണ് ഇത് വാസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഏതാ നോക്കിയത്, രണ്ടും തന്നെയായിരുന്നു, സിംഗുലർ ആണ്. ഇത് പ്രസന്റിൽ കിടക്കുന്നു, ഇത് പാസ്റ്റിൽ കിടക്കുന്നു, രണ്ടും എന്താണ്, സിംഗുലർ ആണ്. അപ്പൊ ചെറിയ ഡിഫറൻസ് ആണ് രണ്ടും തമ്മിൽ ശ്രദ്ധിക്കുക, കാരണം പെട്ടെന്ന് മാറിപ്പോകാനുള്ള സാധ്യത ഉള്ളതാണ്. ഞാൻ ഈ ഒരു സെഷൻ്റെ ലാസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതുവരെ ഇതെന്നല്ല, ഈ ഓരോ ടോപ്പിക്കിന് വന്ന ക്വസ്റ്റ്യൻസ് ഏത് വർഷത്തിൽ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് തരാം, എന്താണ് എങ്ങനെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പ്രാക്ടീസ് ആയിട്ട് ഇത് ചെയ്ത് നോക്കുക, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കൂ, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റത്തിൽ എന്താ പറഞ്ഞേ, രണ്ടും സിംഗുലർ ആണ്. ജസ്റ്റ് എന്താ, രണ്ടും സിംഗുലർ ആവുന്ന സമയത്ത് അടുത്ത എന്താ, വെർബ് എങ്ങനെയാണ്, പ്ലൂറലിൽ വരണം എന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ്, സിംഗുലർ തന്നെയാണ്, പക്ഷെ എന്താ, ഫസ്റ്റ് സബ്ജക്റ്റിന് മുന്നിലായിട്ട് ഏത് വരണം, ഒന്നില്ലെങ്കിൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊനൗൺ വരാന്നുണ്ടെങ്കിൽ എങ്ങനെ വരുള്ളൂ, വെർബ് എങ്ങനെയായിരിക്കും, സിംഗുലർ ആയിരിക്കും. ഇവിടെ പ്ലൂറൽ ആണ്, ഇവിടെ സിംഗുലർ. പക്ഷെ എന്ത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ആ ഫസ്റ്റ് സബ്ജക്റ്റിന്റെ കേസിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം അടുത്ത റൂൾ നോക്കാം. അപ്പം ഇതിലും റൂൾ നമ്പർ 4 പറഞ്ഞ പോലെ, എന്താ റൂൾ നമ്പർ 4 പറഞ്ഞിട്ടുണ്ടായിരുന്നത്, രണ്ട് സിംഗുലർ സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യണം. അതേ കണ്ടീഷൻ തന്നെ. എന്താ ചേഞ്ച് നോക്കാം. ആർട്ടിക്കിൾ ഓർ പ്രൊനൗൺ വാസ് യൂസ്ഡ് ബിഫോർ ബോത്ത് സബ്ജക്റ്റ്. അപ്പോൾ എന്തായിരുന്നു, ആ രണ്ട് സബ്ജക്റ്റിന് മുന്നിൽ നമ്മൾ ഏത് യൂസ് ചെയ്യാൻ പോവാണ്, ആർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രൊനൗൺ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏത് ഫോമിലാണ്, അല്ലെങ്കിൽ വെർബ് ഏത് ഫോമിൽ വരും, പ്ലൂറൽ വെർബാണ്. വെർബ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമിൽ വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ മുന്നിൽ മാത്രം യൂസ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു വന്നേ, സിംഗുലർ ആയിട്ടാണ് വന്നത് കേട്ടോ. രണ്ടിലും യൂസ് ചെയ്യാതിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ഒന്നുമില്ല, ജസ്റ്റ് മീൻസ് സബ്ജക്റ്റ് മാത്രമായിട്ട് വന്നപ്പോഴും ഏതന്നെയാണ് വന്നത്, പ്ലൂറലാണ് വന്നത്. ഇവിടെ നോക്കാം, രണ്ടിന് ഫ്രണ്ടിൽ നമ്മൾ ഏത് ഉപയോഗിക്കാൻ പോവാണ്, ഒന്നില്ലെങ്കിൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രൊനൗൺ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏത് വെർബ് എങ്ങനെയായിരിക്കും, പ്ലൂറൽ. ഇവിടെ മീനിങ് എന്താണ്, രണ്ടിന് ഫ്രണ്ടിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക, ആർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രൊനൗൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും ഡിഫറെൻറ്റ് സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ രണ്ട് സബ്ജക്റ്റ് ചേരുമ്പോൾ എന്തായിട്ട് മാറി, പ്ലൂറലായിട്ട് മാറി എന്നുള്ള മീനിങ്ങിലാണ് ഇവിടെ ഏത് വന്നത്, പ്ലൂറൽ വെർബ് വരുന്നത്. ഇവിടെ നോക്കൂ, മൈ മോം ആൻഡ് മൈ ഡാഡ്. അപ്പോൾ രണ്ട് സബ്ജക്റ്റുകളാണ്. സോ
രണ്ടിനെ ഫ്രണ്ടിൽ നമ്മൾ ഏത് കൊടുത്തിട്ടുണ്ട്? മൈ എന്ന പ്രൊണൗൺ കൊടുത്തിട്ടുണ്ട്. സോ രണ്ടും എന്താണ്? ഡിഫറെൻ്റ് അല്ല, ഒരാളെ സൂചിപ്പിക്കുന്നല്ല, രണ്ടും രണ്ട് വ്യക്തികളാണ്. സോ എന്തായിട്ട് വരും? പ്ലൂറലായിട്ട് വന്നു. അപ്പോൾ ആർ എന്ന് പറയുന്നത് എങ്ങനെ? ആർ ഫൈറ്റിംഗ് അല്ലേ? ആറാണ് ഇവിടുത്തെ വെർബ്. ഏതിൽ വന്നു? ഏത് ഫോമിലാണ് വന്നിരിക്കുന്നത്? പ്ലൂറലായിട്ട് വന്നു. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കുക, ദ ഡോക്ടർ ആൻഡ് ദി ടീച്ചർ ആർ ഗുഡ് ഫ്രണ്ട്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ദ ഡോക്ടർ അതുപോലെ ദ ടീച്ചർ രണ്ടിലും എന്തുണ്ട്? ദ എന്ന ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. സോ അപ്പോൾ എന്താണ്? ആൻഡ് വെച്ച് കണക്ട് ചെയ്തപ്പോൾ രണ്ടും ഒരാളല്ല, രണ്ടും രണ്ട് വ്യക്തികളാണ്. സോ പ്ലൂറൽ ആണ്. അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ ഇവിടെയും എന്താണ്? ആറാണ്, പ്ലൂറൽ ഫോമിൽ. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ കൂടി നോക്കൂ, ദ പ്രിൻസിപ്പൽ ആൻഡ് ദ ടീച്ചർ ആർ വെരി സ്ട്രിക്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, പ്രിൻസിപ്പളും ടീച്ചർ, അപ്പോൾ രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതില്ലാതെ ഇപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ എന്തായാലും ഡോക്ടർ ടീച്ചർ, എന്തായാലും ഡോക്ടർ ടീച്ചർ ആവില്ല, ടീച്ചർ ഡോക്ടർ അല്ല, അങ്ങനെ ഇരുന്നോട്ടെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കേട്ടോ. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ മാറി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ദ ടീച്ചർ ആൻഡ് അല്ലെങ്കിൽ ദ പ്രിൻസിപ്പൽ ആൻഡ് ടീച്ചർ, ഇവിടെ ദ ഇല്ലാതെ തരും. സോ അങ്ങനെ പറയുന്നത് ചിലരിങ്ങനെ വിചാരിക്കും ടീച്ചർ അല്ലേ പിന്നെ എങ്ങനെ പ്രിൻസിപ്പൽ ടീച്ചർ ഒരാളാവാലോ, ഒരു ടീച്ചർ തന്നെ പ്രിൻസിപ്പൾ ആവാലോ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാലോ, അല്ലെ ക്ലാസ് എടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ടീച്ചർ എന്ന കാറ്റഗറിയിലും പെടുത്തും പ്രിൻസിപ്പളും ആണെന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ രണ്ടും ഒരുപോലെ വരും. എങ്ങനെ? ദ പ്രിൻസിപ്പൽ ആൻഡ് ടീച്ചർ എന്നാണെങ്കിൽ അത് രണ്ടും ഒരേ വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ആർ ഉപയോഗിക്കില്ല, പകരം ഏത് ഉപയോഗിക്കും? ഈസ് ഉപയോഗിച്ചിട്ടുണ്ടോ? പക്ഷെ രണ്ടിനും ഫ്രണ്ടിലും ദാ ഉള്ളത് കൊണ്ടാണ് ഏത് വന്നിരിക്കുന്നത്? ആറ് വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അല്ലാതെ ഒന്ന് ടീച്ചറും ഒന്ന് മീൻസ് പ്രിൻസിപ്പളും അല്ലേ. അപ്പോൾ രണ്ടും രണ്ട് വ്യക്തികളാണ് ചിന്തിക്കേണ്ട, ഒരാൾ തന്നെ ആവാനുള്ള പോസിബിലിറ്റിയും ഉണ്ട് ഇങ്ങനെയുള്ള സെൻറ്റൻസുകളിൽ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഡയറക്ടറും മാനേജർ എന്നൊക്കെ പറയും. അപ്പോൾ ഡയറക്ടറും മാനേജറും ഒരാളാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, രണ്ടും രണ്ട് വ്യക്തികളാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലായി? അവിടെയൊക്കെ നമ്മൾ ലോജിക്കലി നോക്കേണ്ടത് എന്താണ്? ആർട്ടിക്കിളോ പ്രൊണൗൺ എന്തെങ്കിലും മുന്നിൽ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ക്ലിയർ അല്ലേ? സോ അത് ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കുക കേട്ടോ. ഇഫ് ടു സിംഗുലർ സബ്ജക്റ്റ് എക്സ്പ്രസ് ഒരു വൺ ഐഡിയ, അതായത് ഒരേ ഐഡിയയെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ഉണ്ട്, പക്ഷെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണെങ്കിൽ അവിടെ ഏതായിരിക്കും വെർബ്? നോക്കുക, സിംഗുലർ വെർബാണ്. അവിടെ വരുന്ന വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആണ്. കാരണം ആ രണ്ട് സിംഗുലർ സബ്ജക്റ്റ് കാരണം നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ ഒന്നാണെങ്കിൽ, മനസ്സിലായോ? സോ അവിടെ എന്തായിട്ട് വരും? വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നോക്കുക, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് അല്ലേ. നമുക്കൊരു പ്രോവർബായി നമുക്ക് പഠിക്കാനുള്ള ഒരു സംഭവമാണ്. എന്തായിരുന്നു? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള ഒരു മീനിങ്ങിലൊക്കെ വരുന്നതാണ് അല്ലേ. അപ്പോൾ നോക്കൂ, സ്ലോ ആൻഡ് സ്റ്റഡി ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഐഡിയയെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഏത് വന്നു? വിൻസ് എന്ന് വന്നു. അപ്പോൾ നമ്മളിത് ഏതിൽ പഠിച്ചു? ഫസ്റ്റ് ട്രയൽ അല്ലേ. എങ്ങനെയായിരുന്നു? സബ്ജക്റ്റിൻ്റെ കൂടെ മെയിൻ വെർബ് വരുന്ന സമയത്ത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ ഏത് എഴുതണം? എസ് അല്ലെങ്കിൽ ഇ എസ്. ഇവിടെ വിൻ ആണ് വെർബ് എന്ന് പറയുന്നത്, അപ്പോൾ കൂടെ ഏതാ വന്നിരിക്കുന്നത്? എസ്. അങ്ങനെ വിൻസ് ആയിട്ട് മാറി. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കുക, ദ ഹോഴ്സ് ആൻഡ് കാരേജ് ഈസ് വെയിറ്റിംഗ്. ഇത് രണ്ട് കണ്ടീഷനിൽ നമുക്ക് പറയാം. നമ്മൾ ഫസ്റ്റ് ഒരു കണ്ടീഷനിൽ പഠിച്ചാലും അതുപോലെ ഉണ്ടായിരുന്നു. രണ്ട് സിംഗുലർ വെർബ് ഫസ്റ്റത്തെ ഫ്രണ്ടിൽ ഏത് വന്നു? ആർട്ടിക്കിൾ വന്നു. ആർട്ടിക്കിൾ വന്നപ്പോൾ ഏതായിരിക്കും? ഇവിടെ തന്നിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഓൾറെഡി നമ്മൾ അതന്നെ പഠിച്ചത്. ആ ഒരു കണ്ടീഷനും ഇതിനെ പറയാം. ഐഡിയ എന്താണ്? സിംഗിൾ ഐഡിയ, ഒറ്റ ഐഡിയ ആണ് നമ്മൾ അതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. മനസ്സിലായോ? ആ ഒരു മീനിങ്ങിൽ നമുക്ക് ഏത് തന്നെ കൊടുക്കാം? സിംഗുലർ വെർബ് എന്നത് കൊടുക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ജസ്റ്റ് നോക്കുക, എന്താ വ്യത്യാസം നോക്കുക. ഫസ്റ്റത്തേൽ എങ്ങനെയായിരുന്നു? അപ്പോൾ നമ്മൾ എന്താണ്? ആർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രോണൗൺ രണ്ട് സബ്ജക്റ്റിന് മുന്നിലും വന്നാൽ അവിടെ എന്തായിരിക്കും? വെർബ് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് എന്തായിരുന്നു? രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആണ്, പക്ഷെ ആ രണ്ട് സിംഗുലർ സബ്ജക്റ്റ് കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു ഐഡിയ, അതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന ഐഡിയ ഒരു ഐഡിയ മാത്രമാണെങ്കിൽ മനസ്സിലായോ? എന്ത് വരും? സിംഗുലർ വെർബ് വരും. അതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത റൂളിലേക്ക് പോവാം. സോ ജസ്റ്റ് നോക്കൂ, ചില നൗണുകൾ, ഫ്യൂ നൗൺസ്, ചില നൗണുകൾ അതായത് സബ്ജക്റ്റുകളുടെ പേര്, അതുപോലെ ബുക്സ്, ഡിസീസുകൾ, രോഗങ്ങൾ, ഇവരുടെ പേര് അത് കാണുന്ന സമയത്ത് നോക്കൂ, വിച്ച് ആർ പ്ലൂറൽ ഇൻ ഫോം. അതായത് കാണുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആണെന്ന് തോന്നും, ബട്ട് സിംഗുലർ ഇൻ മീനിങ്. അതിൻ്റെ മീനിങ് എങ്ങനെയാണ്? സിംഗുലർ ആയിരിക്കും. അപ്പോൾ പിന്നെ മീനിങ് സിംഗുലർ ആണെങ്കിൽ അത് എന്ത് തന്നെയാണ്? സിംഗുലർ ആണ് കേട്ടോ. സോ അതുകൊണ്ട് വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. മനസ്സിലായോ? കാണുന്ന സമയത്ത് അത് പ്ലൂറലാണെന്ന് തോന്നും. കാരണം തോന്നാനുള്ള കാരണം എസ് ഒക്കെ ഇട്ട്, ലാസ്റ്റ് എസ് ഒക്കെ ഇട്ട് വരുന്ന സമയത്ത് അത് എന്തായിട്ട് തോന്നും? പ്ലൂറൽ ആണ് എന്ന്. പക്ഷെ എങ്ങനെയാണത്? സിംഗുലർ ആണ്. സോ അതുകൊണ്ട് അത് വെർബ് എങ്ങനെയായിരിക്കും? സിംഗുലർ ആയിരിക്കും. അതിന് എക്സാമ്പിൾ നോക്കൂ, റിക്കറ്റ്സ്. റിക്കറ്റ്സ് എന്ന് പറഞ്ഞ ഒരു രോഗമാണ്, അല്ലാണ്ട് റിക്കറ്റ് അല്ല. റിക്കറ്റ്സ് ആ എസ്സോട് കൂടിയിട്ടാണ് രോഗത്തിൻ്റെ പേര്, അല്ലാതെ എസ് എന്തല്ല സെപ്പറേറ്റ് എഴുതിയിരിക്കുകയല്ല. പക്ഷെ ഇത് കാണുന്ന സമയത്ത് റിക്കറ്റിൻ്റെ കൂടെ എസ് കൊടുത്തതാണോ എന്ന് നമുക്ക് തോന്നും. ഇതൊക്കെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റിക്കറ്റ്സ് എന്ന് പറയുന്നത്, റിക്കറ്റ്സ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മളിവിടെ നോക്കുക, എസ് നോക്കിയിട്ട് നിങ്ങൾ പ്ലൂറലാണെന്ന് വിചാരിക്കരുത്. റിക്കറ്റ്സ് എന്ന് തന്നെയാണ് ആ രോഗം. ക്ലിയർ അല്ലേ? അപ്പോൾ റിക്കറ്റ് ഈസ് എ ഡെഫിഷ്യൻസി എന്ന് എഴുതിയിരിക്കുന്നത്, ഡെഫിഷ്യൻസി ഡിസീസ്. ഇവിടെ ഏതാ കൊടുത്തിരിക്കുന്നത്? സിംഗുലർ. കാരണം സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബും എങ്ങനെയാണ്? സിംഗുലർ ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കുക, മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ്
ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. ഇവിടെ നോക്കൂ, മാത്തമാറ്റിക് അല്ല, മാത്തമാറ്റിക്സ് തന്നെയാണ്. സബ്ജക്റ്റിൻ്റെ പേരിൽ തന്നെ എസ് ഓൾറെഡി ഉള്ളതാണ്. എന്തല്ലത്? പ്ലൂറൽ അല്ല, സിംഗുലർ തന്നെയാണ്. അപ്പോൾ നോക്കുക, സിംഗുലർ ആയപ്പോൾ ഇവിടെ ഇത് വന്നു, ഈസ് വന്നു. അടുത്ത് നോക്കൂ, ദ ന്യൂസ് വാസ് ഫോൾസ്. ഇവിടെ നോക്കുക, ന്യൂസ് എന്ന് പറയുന്നത് പ്ലൂറൽ അല്ല, ഒന്നാമത് അൺകൗണ്ടബിൾ ആണ്, അല്ലെ, കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. പിന്നെ അത് മാത്രമല്ല, ന്യൂസ് എന്ന് പറയുന്നത് ഓൾറെഡി എസ് ഇതിൽ തന്നെ ഉണ്ട്. ആ ന്യൂസ് എന്ന വേർഡിൽ തന്നെ ഉള്ളതാണ്, നമ്മൾ എഴുതി ചേർത്തതും അല്ല. ക്ലിയർ ആണല്ലോ? ഇതും എന്തായിട്ട് തന്നെ എടുക്കുക, സിംഗുലർ ആയിട്ട് തന്നെ എടുക്കുക. സോ ഏതാ വരുന്നത്? വാസ് ആണ് വന്നിരിക്കുന്നത്, സിംഗുലർ തന്നെയാണ് വരിക. മനസ്സിലായോ? അപ്പോൾ കാണുന്ന സമയത്ത് അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ സബ്ജക്റ്റുകളുടെ പേരുണ്ടാവും, ബുക്സ്, ഡിസീസ്. ബുക്സും അതുപോലെ വരുന്നുണ്ട്, എസ് അവസാനം, എസ്സിൽ അവസാനിക്കുന്ന രീതിയിൽ. ബുക്സിൻ്റെ പേരിൽ തന്നെ ആ എസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അതിന് പ്ലൂറലായിട്ട് മീൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ നോക്കുക, അത് എന്തായിരിക്കും? സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ വെർബും എങ്ങനെയാണ്? സിംഗുലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഇത് കാണുന്ന സമയത്ത് മാത്രമാണ് സിംഗുലർ. ആക്ച്വലി ഇത് എന്താണ്? മീൻസ് കാണുന്ന സമയത്ത് മാത്രമാണ് പ്ലൂറൽ. ആക്ച്വലി എന്താണത്? സിംഗുലർ ആണ്, മീനിങ് സിംഗുലർ തന്നെയാണ്. ഇതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ആണ് ഈ അടുത്ത റൂളിൽ പറയുന്നത്. ജസ്റ്റ് നോക്കൂ, ഐറ്റം ഹാവിങ് 2 പാർട്സ്. അതായത് ഓൾറെഡി ഒരു ഐറ്റത്തിൽ 2 പാർട്ടുള്ള ഐറ്റം ഉണ്ട്. അതായത് ആ 2 പാർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന ഐറ്റംസ്. അതിന് എക്സാമ്പിളാണ് ഷൂസ്. ഒരു ഷൂ മാത്രമായിട്ട് എടുത്തിടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ആ രണ്ടും കൂടി ചേരുമ്പോഴല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഷൂസ് നമ്മൾ ഒരിക്കലും ഷൂ എന്ന് പറയില്ല, എന്തേ പറയുള്ളൂ? ഷൂസ് എന്ന് തന്നെയാണ്. ഷൂസ്. പാൻറ്, ആ 2 കാലും അതിൽ വരണം, അല്ലേ? പാൻസ് എന്ന് പറയാം. പാൻസ്, ചപ്പൽസ്, സ്പെക്ടക്കിൾസിൽ കണ്ണട, അതേപോലെ തന്നെ സിസേഴ്സ്, കത്രിക. ആ 2 കൂടി ചേരുന്ന സമയത്ത് മാത്രമേ എന്താ വെച്ചാൽ ആ പ്രൊഡക്റ്റ് ഫുൾ ആവുന്നുള്ളൂ. മനസ്സിലായോ? അതുപോലെ സോക്സ്, ട്രൗസേഴ്സ്, ബൈനാക്കുലർ, പിന്നെ അതുപോലെ തന്നെ പ്ലെയേഴ്സ് ഉണ്ടല്ലോ, കട്ടിങ് പ്ലെയർ പോലെ പ്ലെയേഴ്സ്. ഇതെല്ലാം എന്താണ്? 2 പാർട്ടാണ്. ഒരേപോലെ 2 പാർട്ട് അതിനുണ്ട്. മനസ്സിലായി? ഒരുപോലുള്ള 2 പാർട്ടുകൾ. ആ 2 പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ചെയ്തിട്ടല്ല യൂസ് ചെയ്യുന്നത്, രണ്ടും ഒരുമിച്ച് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് 2 പാർട്ട് അതിലുള്ളത് കൊണ്ട് എന്തായിട്ട് അതിനെ കൺസിഡർ ചെയ്യുക? അത് പ്ലൂറലാണ് നിങ്ങൾ വിചാരിക്കുക. കാരണം 2 പാർട്ട് ഓൾറെഡി അതിലുണ്ടല്ലോ. മനസ്സിലായോ? അപ്പോൾ ഏത് വെർബ് കൊടുക്കുക? പ്ലൂറൽ വെർബ് കൊടുക്കുക. അല്ല നിങ്ങൾ വിചാരിക്കരുത് ആ 2 കൂടി ചേർന്നിട്ട് ഒന്നല്ലേ എന്ന് വിചാരിക്കരുത്. 2 പാർട്ട് അതിലുണ്ടല്ലോ. സോ എന്തായിട്ട് തന്നെ വിചാരിക്കുക? അത് പ്ലൂറലാണ്. അപ്പോൾ പിന്നെ ഏത് വെർബ് തന്നെ കൊടുക്കുക? പ്ലൂറൽ വെർബ്. ഇവിടെയും ചെറിയ ചേഞ്ചേ ഉള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ കാണുന്ന സമയത്ത് എസ് ഉള്ളത് കൊണ്ട് പ്ലൂറലാണെന്ന് തോന്നിയാലും അത് സിംഗുലർ ആണ്, മീനിങ്ങിൽ അത് സിംഗുലർ ആണ്. ഇവിടെ എന്തല്ലത്? സിംഗുലർ അല്ല, കാരണം 2 പാർട്ട് അതിലുണ്ട്. ആ 2 പാർട്ട് ഉള്ളത് കൊണ്ടാണ് അവിടെ എസ്സും കൂടി വന്നിരിക്കുന്നത്. ഓർത്ത് വയ്ക്കുക. മനസ്സിലായല്ലോ? സോ അത് ഓൾറെഡി എന്താണത്? പ്ലൂറൽ തന്നെയാണ്. അല്ലാതെ എൻ്റെ ഒരു ഷൂ അല്ലെങ്കിൽ എൻ്റെ ഷൂ അല്ലേ, അല്ല ഷൂ എന്ന് പറയുന്നത് 2 കൂടി ചേർന്ന് ഒന്നല്ല, അങ്ങനെ ചിന്തിക്കേണ്ട. ഷൂസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറലായിട്ട് വരുന്നതാണ്. ക്ലിയർ അല്ലേ? പാൻസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. സോ അതിൻ്റെ കൂടെ ഏതാണ് വരുന്നത്? പ്ലൂറൽ വെർബ് വരും. അതിൻ്റെ കൂടെ വരുന്നത് പ്ലൂറൽ വെർബായിരിക്കും. ജസ്റ്റ് നോക്കൂ, മൈ ഷൂസ്. അപ്പോൾ എക്സാമ്പിളാണ് അല്ലേ? മൈ ഷൂസ് നീഡ് പോളിഷിങ്. അപ്പോൾ ഇവിടെ നോക്കാം, മൈ ഷൂസ് വന്നു. അപ്പോൾ നോക്കുക, ഇതാണ് നമ്മുടെ ഏതായിട്ട് വന്നിരിക്കുന്നത്? സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞു പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആക്കാന്ന് പറഞ്ഞു. മെയിൻ വെർബ് എങ്ങനെ പ്ലൂറൽ ആവാന്ന് പറയുന്നത്? ബേസ് ഫോം തന്നെ എടുത്ത് എഴുതി വെക്കാന്നാണ് പറഞ്ഞത്. സോ നീഡ് ബേസ് ഫോമിൽ തന്നെ നമ്മൾ കൊടുത്തു, നീഡ് പോളിഷിങ്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കുക, ദ സിസേഴ്സ് ആർ നോട്ട് ഷാർപ്പ്. അപ്പോൾ ഇവിടെ നോക്കുക, സിസേഴ്സ് ആണ് ഇവിടെ നമ്മുടെ സബ്ജക്റ്റ്. സോ എന്തായിട്ട് എടുക്കും നമ്മൾ? അത് പ്ലൂറൽ എന്നുള്ള മീനിങ്ങിൽ. സോ വെർബ് എന്തെന്നെയായിട്ട് എടുക്കുക? പ്ലൂറലാണ്. ആറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കുക, മൈ പാൻസ് ആർ വെരി കോസ്റ്റ്ലി. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ആറാണ് വന്നിരിക്കുന്നത്. എന്താണ്? പാൻസ് ആണ്. എന്തായിട്ട് എടുക്കും നമ്മൾ? പ്ലൂറൽ ആയിട്ടാണ് അത് എടുക്കേണ്ടത്, പ്ലൂറൽ വെർബ്. കാരണം 2 പാർട്ടുള്ള ഐറ്റംസ്, ഐറ്റം ഹാവിങ് 2 പാർട്സ് എന്നാണ് പറഞ്ഞത്. സോ ഇവിടെയും വ്യത്യാസങ്ങൾ, ചെറിയ മാറ്റത്തിലാണ്. കാണുമ്പോൾ പെട്ടെന്ന് ഒരുപോലെ തോന്നുന്ന 2 കാര്യങ്ങളാണ്. ഇവിടെയും എസ് വരുന്നുണ്ട്, ലാസ്റ്റ് ഇവിടെയും ഉണ്ട്. പക്ഷെ ഇത് കാണുന്ന സമയത്ത് മാത്രമേ അത് പ്ലൂറലാണെന്ന് വിചാരിച്ചാൽ പാർട്ടൊന്നുമില്ല. അല്ലെങ്കിൽ അത് എന്തല്ല? പ്ലൂറലല്ല, എന്താണ്? സിംഗുലർ തന്നെയാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? അതിൽ ഓൾറെഡി 2 പാർട്ട് ഉണ്ട്. അത് കാണുന്ന സമയത്ത് ഒന്നായിട്ടിരിക്കുകയാണെങ്കിലും, അപ്പോൾ നമ്മൾ സിസേഴ്സ് ഒക്കെ പറയുന്ന സമയത്ത് കാണുമ്പോൾ എന്താണത്? ഒരു ഐറ്റമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൽ എത്ര പാർട്ട് ഉണ്ട്? 2 പാർട്ട് ഉണ്ട്. അപ്പം ഇന്നർ മീനിങ്ങിൽ എന്തായിട്ട് മാറി? പ്ലൂറൽ ആയിട്ട് മാറി. അപ്പോൾ അതിന് കൊടുക്കേണ്ട വെർബും എങ്ങനെയായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചാൽ ഇത്രയും ടോപ്പിക്കാണ്. കാരണം ഒരു ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ 1-2 ക്ലാസ് കൊണ്ട് തീരുന്നതല്ല, ഒരുപാട് റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഏകദേശം ഒരുപോലെ വരുന്ന റൂൾസാണ് ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ നിന്ന് നമുക്ക് പ്രീവിയസ്ലി ഓൾറെഡി വന്നത്, എക്സാമിന് ഓൾറെഡി വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അന്നത്തെ ആ ഒരു ക്വസ്റ്റ്യൻ സെഷനിൽ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കിടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, മൈ ഫാദർ ആൻഡ് മൈ അങ്കിൾ ഡാഷ് ഗുഡ് ഫ്രണ്ട്സ്. ഓപ്ഷൻ എ ഈസ്, ഓപ്ഷൻ ബി വാസ്, സി ആർ, ഓപ്ഷൻ ഡി ഹാസ്. Second one, the principal and chairman dash the meeting.
ഓപ്ഷൻ എ have not been attended. ഓപ്ഷൻ ബി has not been attended. ഓപ്ഷൻ സി have not attended. ഓപ്ഷൻ ഡി ഹാസ് നോട്ട് അറ്റൻഡഡ്. ബീറ്റ് ഫോറസ്റ്റ് 2018 ചോദിച്ച ക്വസ്റ്റനാണ് കേട്ടോ. അടുത്തത് ആൻ ഹോണസ്റ്റ് മാൻ നെവർ ഡാഷ് ലൈസ്. ഓപ്ഷൻ എ ടെൽസ്. ഓപ്ഷൻ ബി ടെല്ലിംഗ്. ഓപ്ഷൻ സി ടെൽ. ഓപ്ഷൻ ഡി ടോൾഡ്. 2014 വിയോടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഫിസിക്സ് ഡാഷ് ബ്രാഞ്ച് ഓഫ് സയൻസ്. ഓപ്ഷൻ എ ആർ. ഓപ്ഷൻ ബി ഈസ്. ഓപ്ഷൻ സി വാസ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഫീൽഡ് അസിസ്റ്റൻറ്റ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് വൺ ചൂസ് എ സെൻറ്റൻസ് ദാറ്റ് ഹാസ് ആൻ എറർ ഇൻ ഇറ്റ്. ഓപ്ഷൻ എ ദേ വാക്ക് ഇൻ എ മോഡറേറ്റ് സ്പീഡ്. ഓപ്ഷൻ ബി ദ ചിൽഡ്രൻ വാണ്ട്സ് ടു പ്ലേ. ഓപ്ഷൻ സി ദ ബേബി ഈസ് ക്രൈയിങ് ലൗഡ്ലി. ഓപ്ഷൻ ഡി ദ മെമ്പേഴ്സ് വിൽ പേ ദ ബിൽ. അത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ആൻസേഴ്സ് എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ആൻസർ സെഷനിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ആൻസേഴ്സ് നോക്കൂ. ഫസ്റ്റ് വൺ വെള്ളം, സെക്കൻഡ് വൺ മേയനാമം, തേർഡ് വൺ സാമാന്യനാമം, ലാസ്റ്റ് വൺ ടെലിവിഷൻ. അപ്പോൾ ആൻസേഴ്സ് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കിടക്കുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.